ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പം മിന്നാമ്മളുടെ ബർത്ത്ഡേ ആണ് ബുധനാഴ്ച. അപ്പം ഞങ്ങൾ ചെറിയൊരു പർച്ചേസിനായിട്ട് ഇറങ്ങിയത്. കുഞ്ഞിന് ഉടുപ്പൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെയായിട്ട് ഞാനും ഇത്തിയും കൂടെ പോവുകയാണ്. ഇനിയിപ്പോൾ ഓട്ടോ കയറാൻ വേണ്ടി ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് പെട്ടെന്ന് ഓട്ടോ കിട്ടി. ഞങ്ങൾ ചെന്ന് തന്നെ ഓട്ടോ കിട്ടി. ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഇപ്പം ഞങ്ങൾ ഏതെങ്കിലും മുല്ലക്കൽ ഏതെങ്കിലും ഒരു കടയിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ തപ്പിയെടുക്കാൻ വലിയ പാടാണ്. ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്ക് കിട്ടുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ നമ്മളെടുത്തുകൊണ്ട് വരുന്നത് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ഇതാണ്. പിന്നെ ഞങ്ങളിതേ ഒരു കടയിൽ വന്നിറങ്ങി. ഓട്ടോക്കാരന് പൈസ എല്ലാം കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. മുല്ലക്കയിലാണ്. പിള്ളേരുടെയൊക്കെ ഒരു കടയായിരുന്നു ഇത്. എല്ലാ ഫുൾ സെറ്റ്, കാരണം എല്ലാ മോഡലും ഉണ്ടായിരുന്നു. നല്ല മോഡലുള്ള കടയാണ്. നല്ല സെലക്ഷൻ, നല്ല രീതിയിലേക്ക് സെലക്ഷനൊക്കെ ഉള്ള കടയാണ്. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഒരുപാട് പല മോഡൽ ഡ്രസ്സുകൾ ഇരിക്കുന്നു. കണ്ടിട്ടാണെങ്കിൽ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചതൊന്നും അവിടെ കിട്ടിയില്ല. ഞങ്ങൾ കുറേ തപ്പി. കുറേയെന്ന് വെച്ചാൽ കുറച്ച് നേരം അങ്ങനെ അവിടെ ഒരു ടൈം കളഞ്ഞു. പിന്നെ ഈ ക്രോപ്പ് ടോപ്പ്, ഫ്രോക്കുകൾ, പല മോഡൽ ഫ്രോക്കുകളൊക്കെ ഇരിക്കുന്നു. അങ്ങനെ നല്ല പിരിവുള്ളത്, നല്ല പ്രില്ല് വരുന്നത്, ഇഷ്ടംപോലെ. പിന്നെ ഡിസ്പ്ലേക്കൊക്കെ ഇട്ടിരിക്കുന്നതാണെങ്കിൽ നല്ല ജീൻസ് ടൈപ്പ് നിക്കറും, റോംബർ ടൈപ്പ്, പിന്നെ ചെറിയ ബനിയൻ, പിന്നെ കൈയില്ലാത്ത ചെറിയ ഉടുപ്പ്, ഇങ്ങനെ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിച്ചിരി പൈസ കൂടുതലും ആയിരുന്നു അവിടെ. ഞങ്ങൾ പിന്നെ അവിടെ തന്നെ കുറേ നേരമൊക്കെ നോക്കിയൊക്കെ ഇരുന്നു. ഫ്രോക്കുകളുടെ സെക്ഷൻ നോക്കി, അല്ലാതെ വേറൊരു സെക്ഷൻ നോക്കി. ഷായിത്ത അത്യാവശ്യമൊക്കെ എടുത്തിട്ട് തരുന്നുണ്ട്, ഓരോന്നോരോന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുന്നതിലാണെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും, അല്ലെ ആ റേറ്റിനൊത്ത ഭംഗി കാണത്തില്ല. ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് തന്നെ ഒരു വലിയൊരു ചടങ്ങാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. പിള്ളേർ ഒരുപാട് കുത്തിക്കൊള്ളുന്നതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിടത്തില്ല. പിന്നെ അവിടെ ആ സെക്ഷനിൽ തന്നെ ഇച്ചിരി കൂടി നീങ്ങുമ്പോൾ പല സൈസ് ജീൻസൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരുടേതാണെങ്കിലും ഇച്ചിരി ഒരു 4-5 വയസ്സിലേക്ക് ഉള്ള പിള്ളേരുടേതുണ്ട്. കൊച്ചു പിള്ളേരുടെ ജീൻസ് ടൈപ്പ് നിക്കർ ഒക്കെയുണ്ട്. പിന്നെ അത്യാവശ്യം ടോപ്പൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല ഫ്രോക്കുകളൊക്കെ കിടക്കുന്നു. പിന്നെ ബെഡ്ഷീറ്റിൻ്റെ, പിന്നെ അതിന് ചെറിയൊരു സെക്ഷനായിട്ട് ഷൂവിൻ്റെയൊക്കെ സെക്ഷൻ കിടപ്പുണ്ട്. പക്ഷേ വലിയ ഇതൊന്നുമില്ല അവിടെ. ഷൂവിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഒരു കടയിൽ കയറി. ഞങ്ങളിങ്ങനെ ഓരോ കടയിൽ കയറി തന്നെ ഇങ്ങനെ നടക്കും, എടുക്കാത്തത്. കയറി വന്നപ്പോൾ തന്നെ പ്രതിമയിലൊരു ഉടുപ്പ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇത്തിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്തെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി. അത് തന്നെ കുറേ നേരം ഞങ്ങൾ നോക്കിയൊക്കെ നിന്നു. ആ ഉടുപ്പ് എടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. പിന്നെ അവിടുത്തെ ആ സ്റ്റാഫ് വന്നിട്ടും അത് അഴിച്ചെടുത്ത് തന്നു. പറഞ്ഞ് ഒന്ന് അഴിച്ച് തരുമോ, എനിക്കൊന്ന് നോക്കാനെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് അഴിച്ചെടുത്ത് തന്നു. പിന്നെ കടയിൽ തന്നെ ആ കടയിൽ അത്യാവശ്യം സെലക്ഷനുണ്ട്. പൈസയൊക്കെ ഇച്ചിരി കുറവായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ 4-5 രീതിയിലെ ഡ്രസ്സൊക്കെ എടുത്ത് തന്നു. പിന്നെ 1-2 ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, 1-2 ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് അപ്പുറത്തെ കടയിലൊരെണ്ണം ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അത് തന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്കും ആ സെയിം കളറില്ല, വേറൊരു കളറേ ഉള്ളൂ. അത് റോംബർ ടൈപ്പ് വരുന്നതാണ്, പക്ഷെ എന്നാലും അത് സെപ്പറേറ്റായിട്ട് ഇടാൻ പറ്റുന്ന ഇതായിരുന്നു. പിന്നെ ഞങ്ങളത് ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പിള്ളേരുടെ ജീൻസിൻ്റെ സെക്ഷനിൽ ഒരു ഉടുപ്പ് കണ്ടു. ഇത് കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ ഞങ്ങൾ നമുക്ക് അടുത്ത കടയിലോട്ട് പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് കുറച്ചങ്ങ് നടന്നു. ഏതെങ്കിലും കട, നമുക്ക് പിള്ളേരുടെ ഏതെങ്കിലും സെക്ഷൻ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു കട കണ്ട്, കിഡ്സ് ക്യാമ്പ് എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഈ കിഡ്സ് ക്യാമ്പിൻ്റെ തന്നെ വേറൊരു കടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിഡ്സ് ക്യാമ്പിലോട്ട് കയറി. അവിടെ അത്യാവശ്യം സെലക്ഷനൊക്കെ ഉണ്ട്. നല്ല രീതിക്ക് തന്നെ നല്ല
സെലക്ഷനൊക്കെ ഉണ്ട്. ഒരുപാട് ഡ്രസ്സൊക്കെ അവരിട്ട് തന്നു. ഞങ്ങൾ പിന്നെ ഒരു റെഡും വൈറ്റൊക്കെ ആയിട്ടുള്ള ഉടുപ്പൊക്കെ നോക്കി. പക്ഷേ അത് മറ്റേ എന്താ ഈ ഹെയർ ഹോർസസൊക്കെ ഇടുന്ന സൈസ് അങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളത് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവിടെ തന്നെ ഒരുപാട് പിള്ളേരുടെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ജീൻസ്, ചെറിയ ടോപ്പ്, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ. ജീൻസൊക്കെയാണ് കൂടുതലിരിക്കുന്നത്, നിക്കറ്, പാൻറ്റ്, അങ്ങനെ. പിന്നെ ദേ ഈ ഒരു ഡ്രസ്സ്, ഒരു ബ്ലാക്കും ഒരു ഹാഷ് കളറും ഡ്രസ്സ് നോക്കിയിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. രണ്ടും ഇഷ്ടപ്പെട്ടു. പക്ഷേ വീട്ടിലെങ്ങനെയാണ് ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞു ഞങ്ങളിരുന്നു. പിന്നെ ലാസ്റ്റ് ആ ഹാഷ് തന്നെ അങ്ങ് എടുത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞു അന്നത് എടുത്തോ, ഇനി എന്തായാലും കൊണ്ടുവന്ന് മാറാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൊണ്ടുവന്ന് മാറാം. ഇപ്പം രാത്രി 8 മണി വരെ കടയുണ്ട്. അതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ റീഫണ്ട് പൈസ തരാം, അല്ലെങ്കിൽ വേറെ സാധനം എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചു അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ചങ്ങ് നടക്കാമെന്നൊക്കെ പറഞ്ഞ കാര്യം അങ്ങോട്ട് ഇറങ്ങി നടന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ചെരുപ്പ് ഒക്കെ വാങ്ങിക്കണം, ഷൂ വാങ്ങിക്കണം, പിന്നെ കുഞ്ഞിന് ഒരു തോർത്തൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ തോർത്തൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ വീട്ടിലിടുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരക്കിയപ്പോഴത്തേക്കും അവർ അതിനെ കാണിക്കുവാണ്. അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊരു കുഞ്ഞ് ബേബി പാവ റോഡിലോട്ട് നോക്കി, ആൾക്കാർ വരുന്നുണ്ടോ എന്ന് നോക്കി. പിന്നെ 2 പേരും കൂടെ അവിടെ നോക്കി അങ്ങ് ഇരിക്കുക. അങ്ങനെ പിന്നെ ആ ചേച്ചി ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഒന്നും വേണ്ട, ഈ തോർത്തും 2 കുഞ്ഞിന് 2 ഇന്നർ വെയറും എടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത കുഞ്ഞിന് ഷൂ വാങ്ങിക്കണം, വള ഒക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലിടുന്ന ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഈ മുല്ലയ്ക്ക് തന്നെയുള്ള SP ഫാഷനിൽ തന്നെ അവർ വേറൊരു ഷോപ്പ് തുടങ്ങി. ഇപ്പുറത്ത് മാറിയായിട്ട് ഈ വീട്ടിലിടുന്നത് മാത്രം ഇടാനായിട്ട്. അവിടെ കയറിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് സെലക്ഷൻ എന്ന് വെച്ചാൽ നല്ല നല്ല സാധനങ്ങളൊക്കെ, നല്ല പ്രൊഡക്റ്റൊക്കെ ആയിരുന്നു. ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിള്ളേരുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും നൈറ്റിയൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പല പല മോഡലായിട്ടിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുഞ്ഞിനും മിന്നാക്കും ഞങ്ങളുടെ കൊച്ചുമാടൻ ചെറുമോനിക്കും ഒരെണ്ണം എടുത്തു. 2 പേർക്കും ഓരോ ജോഡി ഡ്രസ്സ് എടുത്തു. പിന്നെ മിന്നാക്ക് 2 കർച്ചീഫ് വേണമായിരുന്നു, അതുമൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത കടയിലോട്ട് പോകണോ വീട്ടിലോട്ട് പോകണോ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നു. അങ്ങനെ നടന്നപ്പോഴത്തേക്കും എന്നാൽ നമുക്ക് വളയൊക്കെ നോക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാഷനിൽ കയറി. അവിടെ കയറിയപ്പോഴത്തേക്കും ആണെങ്കിലും എന്താണ് ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്റ്റ്, പിന്നെ ഈ വള, മാല, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ നമുക്കാണെങ്കിലും എനിക്ക് ഓരോന്നൊക്കെ കണ്ടിട്ട് എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എടുത്തില്ല. പിന്നെ കുഞ്ഞിനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞിന് പിള്ളേർക്ക് പറ്റിയ സെക്ഷൻ തന്നെ തലയിലിടുന്നത്, റായും ബുഷും ക്ലിപ്പ്, അങ്ങനെയുള്ള പല പല ഒരുപാട് സാധനങ്ങൾ ഇഷ്ടം പോലെ. നമുക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ്. പിന്നെ മാലയൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നും എടുത്തില്ല. അവിടെ നിന്ന് പിന്നെ പതുക്കെ ഇറങ്ങി. എന്നാൽ നമുക്കൊന്നതിന് പോയേക്കാം എന്നോർത്തപ്പോൾ പിന്നെ ഒരു ഷൂ വാങ്ങിച്ചില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇനി ഷൂ വാങ്ങിക്കാൻ വേണ്ടി കയറാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോ കയറി ഒരു ചെരുപ്പടയിൽ വന്നു. പക്ഷെ അവിടെ എന്തോ വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയൊന്നും കൊള്ളത്തുമില്ല, ചെരുപ്പൊന്നും കൊള്ളത്തില്ല. എനിക്കൊന്നും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ ATM ന്ന് ക്യാഷ് എടുക്കാൻ വേണ്ടി ATM കയറി. അപ്പോൾ അവിടെ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വള നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് സീമാസിൻ്റെ അവിടെ വള നോക്കാൻ വേണ്ടി വന്നു. 1-2 വളയൊക്കെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വളയൊക്കെ എടുത്തു. എന്നാൽ പിന്നെ ഞങ്ങളെന്നാൽ ഇനി വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓട്ടോ കയറി. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ കൊച്ചുമാടെ വീട്ടിലോട്ട് പോവാം, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കൊച്ചുമാടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി, പിന്നെ അത് അവിടുത്തെ വഴിയാണ്, ഇച്ചിരി നല്ല വീതിയുള്ള റോഡൊക്കെയാണ്. നമ്മളിവിടുത്തെ പോലത്തെ ഇടവഴി പോലെ ഒന്നുമല്ല, നല്ല റോഡാണ്. കാറൊക്കെ അത്യാവശ്യം കയറുന്ന റോഡാണ്. ഞങ്ങൾ പിന്നെ കൊച്ചുമാടെ വീട്ടിൽ ചെന്നപ്പോൾ കൊച്ചുമായും ഉമ്മച്ചിയും കൂടെ ആദ്യമൊക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പിന്നെ ഗേറ്റൊക്കെ തുറന്ന് അവിടെ കയറി കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു, വെള്ളം കുടിച്ചു.
പിന്നെ രാത്രിയായി ഞങ്ങൾ അവിടെ നിന്ന് അത്യാവശ്യം ഇറങ്ങിയപ്പോഴത്തേക്കും. പിന്നെ വാപ്പിച്ച വന്നിട്ട് വാപ്പിച്ചയായിട്ട് വീട്ടിലോട്ട് വന്നു. ആദ്യം ഞാൻ പോയി, അത് കഴിഞ്ഞ് പിന്നെ ഉമ്മച്ചി വന്നു, അത് കഴിഞ്ഞ് ഇത്തി വന്നു. കുഞ്ഞുറങ്ങിയത് കൊണ്ട് ഞാനാണ് ആദ്യം പോയത്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ടെല്ലാം കഴിഞ്ഞു. വീട്ടിലോട്ട് വന്ന് കയറിയപ്പോൾ രാത്രിയായി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.